മണ്ണാർക്കാട് കുന്തിപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി യാഥാർത്ഥ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ കുന്തിപ്പുഴ പാലത്തിൽ ഗതാഗത തടസ്സമുണ്ടായാൽ മണ്ണാർക്കാട്ടേക്കും പാലക്കാട്ടേക്കും പോകാൻ കിലോമീറ്ററുകൾ ചുറ്റി വളയേണ്ടി വരുന്ന ദുരിതത്തിനാണ് ശാശ്വത പരിഹാരമാകുന്നത്. കുമരംപുത്തൂർ പഞ്ചായത്തിലെ 2 തലങ്ങളിലായി നിൽക്കുന്ന ചങ്ങലേരി ചുങ്കം പ്രദേശങ്ങളെ ഒന്നിപ്പിക്കുന്നതാണ് ഈ പുതിയ പാലം. കുളപ്പാടം പാറക്കടവിൽ നിന്നും തുടങ്ങി ചങ്ങലേരി മല്ലിയിലേക്കാണ് പാലം പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇക്കഴിഞ്ഞ കേരള ബജറ്റിൽ പദ്ധതിക്കായി 3 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി PWD പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇരു പ്രദേശങ്ങളും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ പഞ്ചായത്ത് അധീനതയിലുള്ള സ്ഥലമായതിനാൽ ഇത് PWDക്ക് വിട്ടുകിട്ടേണ്ടതുണ്ട്. കൂടാതെ ആവശ്യമായ അധിക സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ. ഇതിനുശേഷമാകും ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റ് അയക്കുക. ബഡ്ജറ്റിൽ ഉൾപ്പെട്ട പാലത്തിന്റെ പ്രവൃത്തികൾക്കായിട്ട് സ്ഥലപരിശോധന നടത്തുന്നതിന് നടന്നു. ഇപ്പോൾ അത് പഞ്ചായത്ത് അധികാരിയിൽ നിന്നും സ്ഥലം വിട്ടു നൽകുന്ന മുറയ്ക്ക് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തിക്കായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതാണ്. ഇതിലിപ്പോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ? ഉൾപ്പെടുന്നുണ്ട്. അത് പഞ്ചായത്തിൽ നിന്ന് തീരുമാനമെടുത്ത് ഫ്രീ ആയിട്ട് വിട്ടുതരുന്നതിന് തീരുമാനിക്കും. ഏകദേശം കുളപ്പാടം എങ്ങനെ സ്ഥലം കറക്റ്റ് സാറ്? കുളപ്പാടം ചങ്ങലേരി റോഡിന്റെ ഭാഗമായിട്ടുള്ള പാറക്കടവ്. ഇതിപ്പോ എങ്ങനെ കാര്യങ്ങളൊക്കെ ഏതുവരെ എത്തിയിട്ടുണ്ട് ഇതിന്റെ എന്ന് പറയാൻ കഴിയില്ല. ബഡ്ജറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾ പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കി നടക്കും. പാലം വരുന്നതറിഞ്ഞ് വലിയ ആഹ്ലാദത്തിലാണ് കുളപ്പാടം പ്രദേശത്തെ നാട്ടുകാർ. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ എല്ലാവിധ സഹകരണവും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരെ ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരു ബഡ്ജറ്റിൽ തന്നെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നിവേദനം കൊടുത്ത് 1 മാസത്തിനകം തന്നെ അതിന് ഫണ്ട് വകയിരുത്താനും അതിന്റെ പ്രാരംഭ നടപടി എന്ന രീതിയിൽ അതിന്റെ സർവേക്കും ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെ എത്തിച്ചിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു പാലം വരുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ പ്രദേശത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ചെയ്തു കൊടുക്കുമെന്ന് മാത്രമാണ് യെസിൽ പറയാം. ചങ്ങലേരി പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പഞ്ചായത്ത് ഓഫീസിലേക്കും മറ്റും പോകുന്നതിനായി കോടതിപ്പടി ചുറ്റി വലിയ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയുണ്ട്. പുതിയ പാലം വരുന്നതോടെ ഈ യാത്രാക്ലേശത്തിനും വലിയ പരിഹാരമാകും. അതേസമയം മുൻകാലങ്ങളിൽ സർക്കാരിലേക്ക് പാലത്തിനായി പലതവണ അപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും അധികൃതർ ഇത് പാടെ അവഗണിക്കുകയായിരുന്നുവെന്ന് ചങ്ങലേരിയിലെ UDF പ്രവർത്തകർ ആരോപിച്ചു. ഇവിടുന്ന് എത്ര മുറവിളി കൂട്ടിൽ എന്ത് നിവേദനം ചെന്നാലും തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാരായിരുന്നു. കുമരംപുത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുമരംപുത്തൂർ വില്ലേജ് പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങൾ അവിടെയാണ്. ഇവിടുന്ന് ഒരു മനുഷ്യൻ ഒരു ദിവസത്തെ പണി മുടക്കിയിട്ട് വേണം ഈ പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ വില്ലേജിന്റെയും കാര്യങ്ങൾ നിർവഹിച്ചു പോരാൻ. അതിന് 2 ബസ് കയറി വേണം പോകാൻ. അങ്ങനെ പല പ്രശ്നങ്ങളും, അതുപോലെ ട്രാഫിക് തടസ്സം, ഇത് എല്ലാം ഇവിടുത്തെ ജനങ്ങൾ സഹികെട്ടിട്ടാണ് ഇങ്ങനെ ഒരു മുറവിളി കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ കഴിഞ്ഞ സർക്കാർ അത് മുഖം തിരിച്ചു കളഞ്ഞ് അതിന് യാതൊരു അനുകമ്പയും പുലർത്തിയിരുന്നു. ഈ UDF സർക്കാർ വന്നപ്പം തന്നെ ഇങ്ങനെ ഒരു നിവേദനം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന് കൊടുക്കുകയും അത് ആദ്യത്തെ ബഡ്ജറ്റിൽ വെക്കുകയും VD സതീശൻ അതിലേക്ക് 3 കോടി രൂപ ഈ പാലത്തിന് വേണ്ടി പാസ്സാക്കുകയും ചെയ്തു. അത് ഈ പ്രദേശത്തുള്ളവരുടെ അതുപോലെ മറ്റേ കുളപ്പാടത്തുള്ളവരുടെയും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സമയമായിരുന്നു. CCN മണ്ണാർക്കാട്.